വിജയകുമാർ, റിജിത്തെ, ഇവരെ മനസ്സിലായോ? ഇവര് 24 ചാനലും ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷനും സംയുക്തമായി നടത്തുന്ന ലഹരിക്കെതിരെ ഉള്ള പോരാട്ടം. ഇതെപ്പോ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. നിങ്ങളിതെപ്പോ തീരുമാനിച്ചു? കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിന്റെ മുമ്പിലാണ്. മുതലാളി ഒരു ഇന്റർവ്യൂ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു ലൈവ് ചെയ്ത്. ഓക്കെ, നന്നായി. അപ്പൊ നന്നായി. നമ്മൾ എല്ലാവരും ഇറങ്ങണം. ഇതെന്ന് പറഞ്ഞാൽ നാടിന്റെ ഒരു അപകടമാണ്. നാടിന്റെ അപകടത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ട, അയൽവാസിയുടെ അപകടത്തിൽ ഒന്നിച്ച് കണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ എന്താ ഉദ്ദേശം? ഏറ്റവും കൂടുതൽ ഈ യുവാക്കളെ ഏറ്റവും കൂടുതൽ കാർന്നു നിൽക്കുന്ന ലഹരിക്കെതിരെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തിയത് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവരും കൈയടിച്ച് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങള് ഡിപ്പാർട്ട്മെന്റുമായിട്ടും പല രീതിയിലും സഹകരിച്ചിട്ട് ഈ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിനാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചേട്ടൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? നമ്മള് ഈ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, ഈ ഫ്രീഡം എന്ന് പറയുന്നത് എപ്പോഴും റെസ്പോൺസിബിലിറ്റി കൂടെയാണ് വരുന്നത്. പക്ഷെ ആ റെസ്പോൺസിബിൾ അല്ലാതെ ഈ ഫ്രീഡം ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അതായത് 17 വയസ്സിനും 24 വയസ്സിനും അടുത്തുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ആ ഫ്രീഡം റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത കുട്ടികളാണ്. നിങ്ങളുടെ ഐഡിയ എന്തൊക്കെയായിരിക്കും? ഇവര് തനിച്ച് നിങ്ങൾ ഞങ്ങളോട് ചേർന്നു എന്നുള്ള നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് ഏറ്റവും നല്ലൊരു സേവനം വളരെ നിശബ്ദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കുട്ടികളുടെ ലോക്കൽ ഗാർഡിയൻസ് ഞങ്ങളാണ്. അപ്പനും അമ്മയും ഇവിടെ പഠിക്കാൻ പറ്റുന്നത് ഞങ്ങളാണ്. ഈ കുട്ടികൾ അല്ല, ഈ ഹോസ്റ്റലൊക്കെ ഇപ്പം ഉള്ള ഒരു ചെറിയ പ്രശ്നം ഹോസ്റ്റലൊക്കെ അല്ലേ വിജയ? നമ്മളന്ന് പോയ സമയത്ത് നമ്മളോട് പറഞ്ഞ ഈ പ്രൈവറ്റ് ഹോസ്റ്റലുകൾ ക്യാമ്പസുകൾക്ക് പുറത്തുള്ളത് അതിന് രജിസ്ട്രേഷൻ വേണമെന്ന് കോളേജുകാർ നമ്മളോട് ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അതുപോലെ അതിനൊരു മോണിറ്ററിംഗ് സംവിധാനം വേണം എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പൊ അത് എസ് കെ എന്ന് പറയുകയും ചെയ്തിരുന്നു. നമ്മൾ മുഖ്യമന്ത്രി ഇവരൊക്കെ നിയമപരമായി പ്രവർത്തിക്കുന്നവരാണ്. അതല്ലാതെ ഞങ്ങളുടെ സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ ലൈസൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ പിന്നെ ഞങ്ങളുടെ എല്ലാ ഹോസ്റ്റലിലും വാർഡനുണ്ട്. ഞാൻ സൂചിപ്പിക്കും, ഈ ഹോസ്റ്റലിലേക്ക് ഈ കുട്ടികൾ ഇതുമായിട്ട് കടക്കാതിരിക്കാൻ നിങ്ങൾ എന്താ? ഇപ്പൊ രാസലഹരി എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനം ഉണ്ടല്ലോ. ബ്രൗൺ ഷുഗർ ഉണ്ട്, കൊക്കൈൻ ഉണ്ട്, കഞ്ചാവ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അതുപോലെ ഇപ്പൊ MDMA ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുക. അപ്പൊ ഇതൊക്കെ കടക്കാതിരിക്കാൻ എന്താ ചെയ്യുന്നത്? ഒന്നും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഒന്നും നമുക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഞ്ചാവ് ചുരുട്ടുന്ന പേപ്പറൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതൊന്നുമില്ല. കള്ളു കുടിക്കുന്നവനെ കള്ളും കുപ്പിയാണ്. അപ്പൊ നമുക്ക് അവനെ അറിയാം. അപ്പൊ എനിക്കൊന്ന് നിങ്ങൾ ഈ ഹോസ്റ്റലേഴ്സ് അസോസിയേഷൻ ഓണേഴ്സ് അസോസിയേഷനാണ്. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ലഹരി ഏതൊക്കെയാണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. എന്താ അറിയില്ല? സമീപകാലത്തൊക്കെ ഹോസ്റ്റലിൽ നിന്നാണല്ലോ. ഒരു വസ്തുത എന്ന് പറഞ്ഞാല് ഇപ്പൊ പോലീസ് അധികാരികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ഈ ക്വാണ്ടിറ്റി, അതായത് 1 കിലോ വരെ സാറിന് അറിയാലോ. അതൊക്കെ ഇപ്പൊ മാറും, നിയമമൊക്കെ ഇപ്പൊ മാറും. താങ്കൾ അതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. അതൊക്കെ വളരെ ബൃഹത്തായിട്ട് നിയമം മാറണം. നിങ്ങളുടെ അസോസിയേഷൻ ഇല്ലാത്ത ഈ ഹോസ്റ്റലുകളില്ലേ, അവരെയൊക്കെ അവിടെ ഇല്ലീഗലായി പലതും നടക്കുന്നു എന്നൊക്കെ ഈ ക്യാമ്പസുകൾ കോളേജുകൾക്ക് തന്നെ അത്തരം ചില ആക്ഷേപങ്ങളുണ്ട്. എന്താ പറയുന്നതിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയാനാണ്. ഓക്കെ, അപ്പോ POC ഡയറക്ടർ ഫാദർ ഒരാള് വന്നിട്ടുണ്ട്. ഇത് ആളെ മനസ്സിലായോ? നമ്മുടെ റിപ്പോർട്ടറിന്റെ അമ്മയാണ് ആൻമരിയയുടെ. ആൻമരിയ എങ്ങനെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അമ്മയാ പറയേണ്ടത്. അവള് നന്നാവും കേട്ടോ. അവൾക്ക് ഇത്തിരി മിടുക്ക് അത്യാവശ്യം ഉണ്ട്. ഓക്കെ, അമ്മ ഇപ്പൊ എങ്ങോട്ട് പോവാ? ഹോസ്റ്റൽ ഓണേഴ്സിന്റെ ബന്ധമുണ്ടോ? എന്താ ബന്ധം? ഹോസ്റ്റൽ നടത്തുന്നുണ്ടല്ലേ? എവിടെ അത്? അവിടെ എങ്ങനെ പെൺകുട്ടികളാണോ ബോയ്സാ? എത്ര പേരുണ്ട്? പിള്ളേർ കുഴപ്പക്കാരൊന്നും ഇല്ലല്ലോ. ശ്രദ്ധിച്ചോണം, വളരെ അപകടം പിടിച്ചൊരു കാലമാണ്. ഫാദറെ നമസ്കാരം. POC ഡയറക്ടറാണ്. ഫാദറെ, ഇപ്പം നമ്മള് ഒരു വലിയ യാത്രയായിട്ട് ഇറങ്ങിയതാ. ഈ വെയിലൊക്കെ കൊണ്ടിറങ്ങുമ്പോൾ എന്തൊരു ഐഡിയ വേണമല്ലോ. അപ്പൊ കേരളം മുഴുവൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന നമ്മൾ കാണുന്നു. മാത്രമല്ല, ഇപ്പൊ തന്നെ നമ്മുടെ പോലീസ് കമ്മീഷണർ പറയായിരുന്നു, ഇപ്പൊ വിളികളൊക്കെ കൂടിയിട്ടുണ്ട്, റെയ്ഡ് കൂടി, പരിശോധന കൂടി. നല്ല കാര്യമാണ്. ഇത് സഭ ഇത് കുറെ നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോഴെങ്കിലും നമ്മളുടെ സർക്കാരും പൊതുസമൂഹവും ഒക്കെ ഇതിന്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ തുടക്കം മാത്രമായി തീരാതെ അത് തുടർന്നും പോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. അല്ല, ഇപ്പൊ നമ്മള് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി നമ്മൾ മുഖ്യമന്ത്രി കൊടുക്കുന്നു. അതിന് കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറെ അധ്യായങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങേക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് മുഖ്യമന്ത്രി പറയാനുള്ളതൊന്ന് പരസ്യമായിട്ട് പറഞ്ഞാലോ? എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഈ 31-ാം തീയതി അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷെ അതിനകത്ത് ഇത്രയും വർഷങ്ങളായിട്ട്, കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഈ ഒരു തിന്മയ്ക്കെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന സഭയെ പോലെയുള്ള NGOസിനെ ഒന്നും തന്നെ വിളിച്ചിട്ടില്ല. അതൊരു പ്രയാസമായിട്ട് തന്നെ തോന്നുന്നു അല്ലേ? അപ്പൊ അത് എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ശ്രദ്ധിച്ച് കാണും. കാരണം ഇപ്പം 24 ഒക്കെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ഈ രാസലഹരിക്കെതിരായിട്ടുള്ള യാത്രയാണല്ലോ. അപ്പൊ മുഖ്യമന്ത്രിയോടും ഒക്കെ പറയാൻ ജനങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കാണും. അതുകൊണ്ട് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഫാദർ ഈ പറഞ്ഞ കാര്യം അവർ മോണിറ്റർ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ഫാദർ. താങ്ക് യു.